ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ സ്മൃതി ദിനം. തിരുവിതാംകൂർ രാജവംശത്തിലെ 54ാമത്തെ രാജാവും തിരുവിതാംകൂറിന്റെ അവസാനത്തെ ഭരണാധികാരിയുമായിരുന്നു ശ്രീ പത്മനാഭദാസ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. 1949 വരെ തിരുവിതാംകൂർ അദ്ദേഹം ഭരിച്ചിരുന്നു. തിരുവിതാംകൂറിന്റെ ഇളയ മഹാറാണി സേതു പാർവതിബായിയുടെയും ശ്രീ പൂരംനാൾ രവിവർമ്മ കൊച്ചുകോയിത്തമ്പുരാന്റെയും മൂത്ത മകനായി ജനിച്ചു. മഹാറാണി കാർത്തിക തിരുനാൾ ലക്ഷ്മിഭായ്, ശ്രീ പത്മനാഭദാസ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്നിവർ അദ്ദേഹത്തിന്റെ സഹോദരങ്ങളാണ്. കവടിയാർ കൊട്ടാരമായിരുന്നു ശ്രീ ചിത്തിര തിരുനാളിന്റെ ഔദ്യോഗിക വസതി. 1924 ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന്റെ നിര്യാണത്തിനു ശേഷം തിരുവിതാംകൂറിന്റെ മഹാരാജാവായി 12 വയസ്സു മാത്രമുണ്ടായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ അവരോധിക്കപ്പെട്ടു. ശ്രീ ചിത്തിര തിരുനാളിന് 18 വയസ്സ് തികയുന്നതുവരെ അമ്മയുടെ ജ്യേഷ്ഠ സഹോദരി സേതു ലക്ഷ്മിബായി റീജന്റായി രാജ്യം ഭരിച്ചു. 1931 നവംബർ 6 അദ്ദേഹം തിരുവിതാംകൂറിന്റെ ഭരണം പൂർണ്ണമായും ഏറ്റെടുത്തു. അതോടെ റീജൻസി ഭരണം അവസാനിച്ചു. 1949 തിരുവിതാംകൂറിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചു. അതിനുശേഷം രാജപ്രമുഖനായി 7 വർഷം അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. 1956 കേരള സംസ്ഥാനം നിലവിൽ വന്നപ്പോൾ ശ്രീ ചിത്തിര തിരുനാൾ രാജപ്രമുഖ സ്ഥാനത്തുനിന്ന് വിരമിക്കുകയും കേരള ഗവർണർ രാജപ്രമുഖന്റെ പദവിയിലെത്തുകയും ചെയ്തു. ചരിത്ര പ്രാധാന്യമുള്ള സാമൂഹിക പരിഷ്കാരങ്ങളും സാമ്പത്തിക പുരോഗതിയും ഊർജ്ജസ്വലമായ ഭരണപ്രക്രിയയും അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ സവിശേഷതയായിരുന്നു. തിരുവിതാംകൂറിന്റെ വ്യവസായവൽക്കരണത്തിന്റെ പിതാവായാണ് ശ്രീ ചിത്തിര തിരുനാൾ അറിയപ്പെടുന്നത്. ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത് ശ്രീ ചിത്തിര തിരുനാളിന്റെ ഭരണകാലത്താണ്. ഇദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഖജനാവിന്റെ 40% വിദ്യാഭ്യാസത്തിനു വേണ്ടിയാണ് ചെലവഴിച്ചിരുന്നത്. തിരുവനന്തപുരം വിമാനത്താവളം പണികഴിപ്പിച്ചതും തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനും ബസ് ടെർമിനലും പള്ളിവാസൽ ജലവൈദ്യുതി പദ്ധതി, ടെലിഫോൺ സർവീസുകൾ, തേക്കടി വന്യമൃഗ സംരക്ഷണ കേന്ദ്രം, ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ട്സ്, ഭൂപണയ ബാങ്ക്, തിരുവനന്തപുരം റേഡിയോ സ്റ്റേഷൻ എന്നിവ സ്ഥാപിച്ചതും പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിച്ചതും ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവാണ്. വിദ്യാഭ്യാസത്തിനും സംഗീതത്തിനും വളരെയധികം പ്രാധാന്യം നൽകിയ അദ്ദേഹം തിരുവിതാംകൂർ സർവകലാശാലയും സ്വാതി തിരുനാൾ സംഗീത കോളേജും സ്ഥാപിച്ചു. ശ്രീചിത്ര ആർട്ട് ഗാലറി, അക്വേറിയം എന്നിവയും അദ്ദേഹത്തിന്റെ സംഭാവനകളാണ്. തിരുവനന്തപുരത്ത് പബ്ലിക് ഹെൽത്ത് ലബോറട്ടറിയും ലേബർ കോർട്ടും അദ്ദേഹത്തിന്റെ സംഭാവനയാണ്. ഇന്ത്യയിൽ ആദ്യമായി തിരുവിതാംകൂർ ഭരണഘടനാ നിർമ്മാണ സമിതിയും രൂപീകരിച്ചു. ശ്രീചിത്ര ഹോം എന്ന അഗതി മന്ദിരവും വഞ്ചിപൂർ ഫണ്ടും അദ്ദേഹം സ്ഥാപിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, എഞ്ചിനീയറിംഗ് കോളേജ്, ആയുർവേദ കോളേജ്, ഹോമിയോപ്പതി കോളേജ്, അവിട്ടം തിരുനാൾ ആശുപത്രി എന്നിവയും ശ്രീചിത്ര തിരുനാൾ മഹാരാജാവിന്റെ സംഭാവനയാണ്. ശ്രീ പത്മനാഭദാസനായി ജീവിച്ച ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് 1991 ജൂലൈ 20 നാടുനീങ്ങി. ഇന്നലകൾ ഇന്ന് പവേർഡ് ബൈ ഹോട്ടൽ ചിത്ര, പ്യുവർ വെജിറ്റേറിയൻ, മാർത്താണ്ഡം, കന്യാകുമാരി, നാഗർകോവിൽ.